തന്റെ മാനേജറെന്ന് അവകാശപ്പെട്ട വിപിൻ നൽകിയ പരാതി വ്യാജമെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ. വിപിനെതിരെ അമ്മയിലും ഫെഫ്കയിലും പരാതിയുണ്ട്. തന്നെ തകർക്കാൻ ശ്രമിക്കുന്നവർ വിപിനെ ആയുധമാക്കിയെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. മാനേജറെന്ന് അവകാശപ്പെട്ട വിപിൻ തനിക്കെതിരെ നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യാജമെന്നാണ് ഉണ്ണി മുകുന്ദന്റെ ആരോപണം. പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് വിപിൻ തന്നോട് ചെയ്തത്. ഇത് ചോദിക്കാൻ പോയപ്പോൾ ചൂടായി സംസാരിക്കുന്നതിനിടയിൽ കൂളിംഗ് ഗ്ലാസ് താൻ വലിച്ചെറിഞ്ഞു. വിപിനെ താൻ തല്ലിയിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്, പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു പോയി. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട്, അത് പുള്ളി സമ്മതിച്ചു. വിപിനെതിരെ ഒരു നടി ഫെഫ്കയിൽ പരാതി നൽകിയിരുന്നു. അമ്മയിലും വിപിനെതിരെ പരാതിയുണ്ട്. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വിപിൻ ഉണ്ടാക്കിയ നാടകമാണ് എല്ലാവരും കണ്ടത്. തനിക്കെതിരായ പരാതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റേത് എന്ന് പറഞ്ഞ് ഫോൺ കോൾ പുറത്തുവിട്ടു. അത് പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്ന് പോലും തനിക്ക് സംശയമുണ്ട്. ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. വളരെ പോപ്പുലറായ വേറെ ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ഫെഫ്കയിലോ എവിടെ ഒരു കംപ്ലൈന്റ് ഇയാൾക്കെതിരെ ഉണ്ട്. ഇതൊരു റിപ്പീറ്റഡ് ഒഫൻസ് ആണ്. എൻ്റെ അടുത്ത സുഹൃത്തായ ടോയിനോട് പേര് പറഞ്ഞിട്ട് ഞാൻ ഇയാളുടെ സിനിമയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അടിച്ചു എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഒറിജിനൽ ഇഷ്യൂന്ന് ട്രാക്ഷൻ മാറ്റാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു കഥയാണ്. 2 ആഴ്ച മുൻപും ഒരു സ്ത്രീ തന്നെ വിളിച്ച് വിപിനെതിരെ പരാതി പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് താൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ടൊവിനോ തോമസിനെ കുറിച്ച് താൻ മോശം പരാമർശം നടത്തിയിട്ടില്ല. തന്നെ തകർക്കാൻ ശ്രമിച്ചവർ വിപിനെ ആയുധമാക്കിയെന്നും ഉണ്ണി മുകുന്ദൻ ആരോപിച്ചു. 24 കൊച്ചി.